ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ ഡെയിലി വ്ലോഗ് സീരീസിലെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. കഴിഞ്ഞ 2 ദിവസത്തെ പോലെയല്ല, ഇന്ന് ക്ലാസ് ഉള്ളൊരു ദിവസമാണ്. ക്ലാസ് ഇത്ര നാളില്ലാത്തത് കൊണ്ട് തന്നെ ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. അതിൻ്റെ ഒരു ടെൻഷൻ എൻ്റെ മുഖത്ത് കാണാൻ പറ്റും. നമുക്ക് എപ്പോഴാണോ തീരെ സമയമില്ലാത്ത അന്നത്തെ ദിവസമായിരിക്കും കേട്ടോ എല്ലാ മിസ്റ്റേക്കും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരട്ടിപ്പണികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കാം. ഭാഗ്യത്തിന് കൃഷ്ണേട്ടൻ വന്നതുകൊണ്ട് ഒരുപാട് പണികൾ ആളിനെ സഹായിച്ചു. ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയാണ് കേട്ടോ. ഇതന്നെയാണ് പട്ടുവിനെ ലഞ്ച് ബോക്സിലും ആക്കി കൊടുക്കുന്നത്. ഇവരുടെ സ്കൂളിലേക്ക് നോൺ വെജ് ഒന്നും അലൗഡ് അല്ല. അതുപോലെ തന്നെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആക്കി കൊടുക്കണം, സ്നാക്ക് ബോക്സ് ആക്കി കൊടുക്കണം. പിന്നെ പോകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇത്രയും പണികളുണ്ട്. ഒരു 7:40 ഒക്കെ ആകുമ്പോൾ പട്ടുവിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ചുണ്ടുവിനെ എണീപ്പിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി സ്കൂളിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ് കേട്ടോ. 6-7 മാസമായി സ്കൂളിലേക്ക് പോയി തുടങ്ങിയിട്ടെങ്കിലും എന്നും രാവിലെ എണീക്കുമ്പോഴും രാത്രിക്ക് എടുക്കുമ്പോഴും പറയുന്ന ഒരു കാര്യം, എന്നെ സ്കൂളിലേക്ക് വിടല്ലേട്ടാന്നാട്ടെ. ഇപ്പോഴും നല്ല മടിയാണ് പോകാനായിട്ടും. ഇനിയിപ്പോൾ 1-2 ദിവസം ലീവായി വീക്കെൻഡൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം എന്ന് പറയുന്നത് നല്ല മടിയായിരിക്കും. പിന്നെ ഒരു കാര്യം, യൂണിഫോം ഇടണ വരെയുള്ള മടിയും കരച്ചിലൊക്കെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ ഉഷാറായി, ആൾക്ക് മനസ്സിലാവും എന്തായാലും എന്നെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്നുള്ളത്. അപ്പോൾ എങ്ങനെയൊക്കെയോ റെഡിയാക്കി ആശ്വസിപ്പിച്ച് അവളെ ഞാൻ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. പിന്നെ pre-KG ആയതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളൊക്കെ ലേറ്റായിട്ടൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ ഇവർക്ക് ക്ലാസ് എന്ന് പറയുന്നത് ഒരുപാട് നേരമൊന്നുമില്ല, ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമുക്ക് അവർ തിരിച്ച് കൊണ്ടുപോരാം. എന്ന് തിരിച്ച് കൊണ്ടുവരുമ്പോഴും അവിടെ സ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു കടയുണ്ട്. ആ കടയിൽ നമുക്ക് സ്കൂളിലേക്ക് വേണ്ട സ്റ്റേഷനറി ഐറ്റംസ്, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ക്യാൻഡീസ്, മിഠായിസ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീം, ചിപ്സ്, ഇങ്ങനെയുള്ള കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാവിധ സാധനങ്ങളും ആ കടയിലുണ്ട്. ഇവരൊക്കെ ആ കടയിലത്തെ ഡെയിലി കസ്റ്റമേഴ്സാണ് കേട്ടോ. എന്തെങ്കിലും 10 രൂപയ്ക്കോ 5 രൂപയ്ക്കൊക്കെ ഇതുപോലെ വാങ്ങിയില്ലെങ്കിൽ ഇവർക്കൊരു സമാധാനം ഉണ്ടാവില്ല. എന്നത്തെയും പോലെ ഇന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട 1-2 ഐറ്റംസൊക്കെ വാങ്ങി കയ്യിൽ പിടിച്ചിട്ട് പോന്നിട്ടുണ്ട്. എന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഇതെല്ലാം വാങ്ങിയിട്ട് നേരെ അവളുടെ ഫ്രണ്ടിൽ വിട്ടോട്ടാണ് പോകാറുള്ളത്. അപ്പോൾ അങ്ങോട്ട് തന്നെയാണ് ഇന്നും പോണത്. ആദ്യമൊന്നും ഇവരെ കാണുന്ന സമയത്ത് ചുണ്ട് അധികം സംസാരിക്കാറില്ലായിരുന്നു. എന്തെങ്കിലും ചോദിക്കണതിന് മാത്രം ഉത്തരം കൊടുക്കും. ഭയങ്കര ഷൈ ആയിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ ഡെയിലി ഞാൻ കൊണ്ടുപോയി അവളായി സംസാരിച്ച് കളിക്കലും ചിരിക്കലൊക്കെ ആയിട്ട് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ ക്ലാസ്സിലായാലും മറ്റു കുട്ടികളുടെ അടുത്തൊക്കെ നല്ല മിംഗ്ലിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ മാം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് സ്ഥിരമായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഇത് കണ്ടോ, ഇത് അവിടെ നിന്ന് വാങ്ങിയൊരു തരം മിഠായിയാണ് കേട്ടോ. എന്തോ ഒരു ബെൻഡൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മിഠായി, സ്ട്രോയുടെ ഉള്ളിൽ എന്തോ ക്രീം വെച്ച പോലത്തെ ഒരു മിഠായി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. നല്ല പുളിപ്പും മധുരമൊക്കെ ആയിട്ടുള്ളൊരു മിഠായിയാണ് കേട്ടോ. നമുക്ക് തന്നെ നല്ല ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള മിഠായികളൊക്കെ. അപ്പോൾ കുട്ടികളുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് ഞാൻ ഇനി ഇത് മുഴുവനായിട്ട് കഴിക്കുമെന്ന് പേടിച്ചിട്ട് നോക്കിയിരിക്കുകയാണ് രണ്ടാളും. വീട്ടിലെത്തി പട്ടുവിനെയൊക്കെ ട്യൂഷന് വിട്ടതിന് ശേഷം ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ഞാനും ചുണ്ടും വീണ്ടും പുറത്തോട്ടൊക്കെ ഇറങ്ങി. കുറച്ച് നാളുകളായിട്ട് നമുക്ക് പാർക്കിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് പാർക്കിലൊക്കെ പോകാം, അതുപോലെ പാർലറിലൊന്ന് പോകണം, അങ്ങനെ 1-2 ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ പാർക്കിൽ പോകാൻ പറ്റിയില്ല. കുറച്ചൊരു 1-1.5 മണിക്കൂർ കഴിയുമ്പോഴേക്കും മഴ വന്ന് നമ്മൾ തിരിച്ചു പോകുന്നു. ഉച്ചയ്ക്ക് നേരത്തെ ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 5 മണി 5:30 ആകുമ്പോഴേക്കും എല്ലാവർക്കും നല്ലപോലെ വിശന്ന് തുടങ്ങും. പട്ടു സ്കൂളിലൊക്കെ പോയി ട്യൂഷനൊക്കെ പോയി വരുന്ന കാരണം അവൾക്കും നല്ല വിശപ്പായിരിക്കും. ഞാനങ്ങനെ സ്ഥിരമായിട്ട് ഒരു 3 മണി 4 മണിയൊക്കെ ആവുന്ന സമയത്ത് ചായ, കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കാറില്ല. അത് തന്നെയാണ് ഞാൻ ഇവരും പഠിപ്പിച്ചിട്ടുള്ളത്. ഇവർക്കും അങ്ങനെ നിർബന്ധമൊന്നുമില്ല ചായ വേണം, കാപ്പി വേണം, അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ചില ദിവസങ്ങളിൽ മാത്രം, തോന്നുന്ന ദിവസങ്ങളിൽ മാത്രം കോഫിയോ അല്ലെങ്കിൽ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ടീംസാണ് കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ നൂഡിൽസാണ് എല്ലാവർക്കും ഉണ്ടാക്കിയത്. നൂഡിൽസും പിന്നെ എല്ലാവർക്കും ബൂസ്റ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്നും നമ്മൾ ബൂസ്റ്റ് കഴിക്കുക, എന്നും ചായയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനോട് അഡിക്റ്റ് ആവും. ബൂസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇന്ന് കഴിച്ചാൽ നാളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉണ്ടാക്കാതെ എപ്പോഴെങ്കിലും മാത്രം ഉണ്ടാക്കി കൊടുക്കും, അത്ര തന്നെ. അതൊക്കെ കഴിഞ്ഞ് ഡിന്നറിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ച് എൻ്റെ ഡിന്നർ പിന്നെ അതോടുകൂടി ഞാൻ തീർത്തിട്ടോ. പിന്നെ ഞാൻ നൈറ്റിൽ പിന്നെ വേറെ ഒന്നും ഞാൻ കഴിക്കാറില്ല. ഇതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളത്തേക്കുള്ളതാണ്. നാളെ ഫ്രൈഡ് റൈസ് വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ. നാളത്തേക്കുള്ളത് ഇപ്പോഴേ നമ്മൾ ഒരുക്കി വെച്ചില്ലെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഒട്ടും സമയം കിട്ടാറില്ല. ഈ രാവിലെ എനിക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി വരുമ്പോഴേക്കും ഒരുപാട് ടൈം എനിക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ അതൊക്കെ ചെയ്തു വെച്ചു. ഇതൊക്കെയും കഴിഞ്ഞ് കിടക്കാൻ വരുന്ന സമയത്താണ് സ്കൂളിൽ നിന്ന് തന്ന പ്രോജക്റ്റായിട്ട് പട്ടു വരുന്നത്. അപ്പോൾ ഇന്ന് ഞാനാണ് അവളുടെ പ്രോജക്റ്റൊക്കെ ഇരുന്ന് വരച്ചത്. നോർമലി ഞാൻ അവളെ കൊണ്ട് തന്നെ കുറേയൊക്കെ ഞാൻ ചെയ്യിപ്പിക്കാൻ നോക്കാറുണ്ട്. പിന്നെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഞാൻ ചെയ്ത് കൊടുക്കും, അങ്ങനെ ചെയ്യാറ്. പക്ഷേ ഇന്ന് ഞാനാണ് കേട്ടോ മുഴുവൻ ഇരുന്ന് വരച്ചത്. അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ നൈറ്റ് പിന്നെ ഇമാതിരി പരിപാടികളൊക്കെ സ്ഥിരമായിട്ടുള്ളതാണ്. അടിയും പിടിയൊക്കെ സ്ഥിരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ആരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ബൈ.